നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി സെൽഫ് ഒക്യുപ്പൈഡ് ആൻഡ് പാർട്ട്ലി ലെറ്റ് ഔട്ട്. നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, കുറച്ച് നാളത് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ? അപ്പോൾ നമ്മുടെ സ്വന്തം വീട് നമ്മൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ 2 നിലയുള്ള വീടൊക്കെ ആണെങ്കിൽ മുകളിലെ നിലയിൽ വാടകയ്ക്ക് കൊടുക്കുക, താഴെ നമ്മൾ ഉപയോഗിക്കുക സെൽഫ് ഒക്യുപ്പൈഡ്. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ വീടിനകത്ത് വാടകയ്ക്ക് ഒരാൾ ഒരു റൂമിൽ താമസിക്കാം. അങ്ങനെയൊക്കെ വരുന്ന ഒരു സിറ്റുവേഷൻ. സംടൈംസ് എ ഹൗസ് മേ പാർട്ട്ലി സെൽഫ് ഒക്യുപ്പൈഡ് ബൈ ദ ഓണർ ആൻഡ് പാർട്ട്ലി ലെറ്റ് ഔട്ട് ഇൻ ദ പ്രീവിയസ് ഇയർ. അങ്ങനെ സംഭവിക്കാമല്ലേ, പാർട്ടായിട്ട് ഉപയോഗിക്കാമല്ലോ. അങ്ങനെ വരികയാണെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ഇഫ് യൂണിറ്റ്സ് ആർ ഇൻസെപ്പറബിൾ, അതായത് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, കൃത്യമായിട്ട് നമുക്കത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് വൺ ഹൗസ് ആൻഡ് നോ ബെനിഫിറ്റ് ഓഫ് സെൽഫ് ഒക്യുപ്പേഷൻ. അതായത് സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ ഇല്ലെന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ നമ്മളത് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ സെൽഫ് ഒക്യുപ്പൈഡ് എന്നുള്ള ആ കൺസെപ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വാടകയ്ക്ക് കൊടുത്ത പ്രോപ്പർട്ടിയുടെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കേണ്ടി വരും. ഓക്കെ, ഇഫ് യൂണിറ്റ്സ് ആർ സെപ്പറബിൾ, നമുക്ക് യൂണിറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്സ്റ്റെയറും ഡൗൺ സ്റ്റെയറും ഉണ്ടെന്നാലും മുകളിലും താഴെയിട്ട് താമസിക്കുകയാണെങ്കിൽ മുകൾ ഭാഗം നമ്മൾ ഒരു വീടായിട്ട് എടുക്കാം, താഴെ നമുക്കൊരു വീടായിട്ട് എടുക്കാം. അങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഈച്ച് യൂണിറ്റ് ഓർ പാർട്ട് ഈസ് ട്രീറ്റഡ് ആസ് എ സെപ്പറേറ്റ് ഹൗസ് ആൻഡ് ബെനിഫിറ്റ് സീറോൺ ഈസ് പ്രൊവൈഡഡ്. അപ്പോൾ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ ആനുവലിലായിട്ടും ലെറ്റ് ഔട്ടിൻ്റെ നമുക്ക് എന്തായിട്ട് എടുക്കാം, ലെറ്റ് ഔട്ടിൻ്റെ നമുക്ക് വാടകയ്ക്ക് കൊടുത്ത അതിൻ്റെ ഇൻകമായിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, ദെൻ ഇഫ് ദ ഹൗസ് പ്രോപ്പർട്ടി ഈസ് ലെറ്റ് ഔട്ട് ഫോർ പാർട്ട് ഓഫ് ദി ഇയറിൽ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ 2 മാസം വാടകയ്ക്ക് കൊടുത്തു, ബാക്കി 10 മാസം നമ്മൾ ഉപയോഗിക്കുകയാണ്. ആൻഡ് ഈസ് സെൽഫ് ഒക്യുപ്പൈഡ് ഫോർ ദ അതർ പാർട്ട് ഓഫ് ദി ഇയർ, നോ ബെനിഫിറ്റ് ഓഫ് സെൽഫ് ഒക്യുപ്പൈൻസി ഈസ് അലൗഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെൽഫ് ഒക്യുപ്പൈഡിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടില്ല. അതായത് പ്രോപ്പർട്ടി പാർട്ട് ഓഫ് ദി ഇയർ നമ്മൾ വാടകയ്ക്ക് കൊടുത്താൽ സെൽഫ് ഒക്യുപ്പൈഡ് പോർഷൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് വാടകയ്ക്ക് കൊടുത്ത പോർഷൻ വെച്ചിട്ട് നമ്മൾ അസസ്മെൻറ്റ് നടത്തേണ്ടി വരും. ഓക്കെ, ദെൻ അടുത്തത് കമ്പ്യൂട്ടേഷൻ ഓഫ് GAV ആൻഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. എങ്ങനെ നമുക്ക് ഹൗസ് പ്രോപ്പർട്ടിയുടെ GAV കാൽക്കുലേറ്റ് ചെയ്യാം, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിൻ്റെ ആനുവൽ വാല്യൂ എന്തായിരിക്കും എന്നുള്ളതാണ്. ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് നമ്മൾ പറഞ്ഞു അതിന് ഇല്ലാന്ന് പറഞ്ഞു. കാരണം നമ്മൾ താമസിക്കുന്ന വീടിന് ഇൻകം ഇല്ല, അതുകൊണ്ട് ഗ്രോസ് ആനുവൽ വാല്യൂ ഇല്ലായിരിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്വന്തമായിട്ട് നമ്മൾ ഓക്യുപ്പൈ ചെയ്ത വീടാണെങ്കിൽ അതിനാണ് നമ്മൾ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി എന്ന് പറയുക. അതിൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലാണ്. ഓക്കെ, ഇനി അതിന് ഡിഡക്ഷൻസ്. ആ ഡിഡക്ഷൻസിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നത്? ഡിഡക്ഷൻസിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ദ പർപ്പസ് ഓഫ് പർച്ചേസ് ഓർ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഹൗസ് പ്രോപ്പർട്ടി. നമ്മൾ താമസിക്കുന്ന വീട് വാങ്ങാനോ അത് കൺസ്ട്രക്റ്റ് ചെയ്യാനോ വേണ്ടി നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിന് നമ്മൾ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കണം. അതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് മുഴുവൻ എമൗണ്ട് അല്ല, അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെൻ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, ഇൻട്രസ്റ്റ് ആണ്. നമ്മുടെ പ്രീവിയസ് ഇയറിൽ നമുക്ക് അടയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ അടയ്ക്കുന്ന നമുക്ക് വരുന്ന ഇൻട്രസ്റ്റ് എത്രയാണോ ആ ഇൻട്രസ്റ്റ് എമൗണ്ട് നമുക്ക് ഡിഡക്ഷനായിട്ട് ഉപയോഗിക്കാം. അതിന് പരമാവധി എത്ര രൂപ വന്നാലും നമുക്ക് കിട്ടില്ല, ലിമിറ്റ് വരുന്നുണ്ട്. അതിന് പറയുന്നത് 30,000 ഓർ 2 lakh ആസ് ദ കേസ് മേ ബി. 10,000 രൂപയാണ് അതിന് ഡിഡക്ഷൻ പരമാവധി പറയുന്നത്. അത് പരമാവധി 2 ലക്ഷം രൂപ വരും. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് 30,000 രൂപ ഡിഡക്റ്റ് ചെയ്യുക, ഏത് സാഹചര്യത്തിലാണ് 2 ലക്ഷം രൂപ ഡിഡക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് പ്രത്യേക ഒരു ഡേറ്റ് അവർ പറയുന്നുണ്ട്, ഡേറ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ബിഫോർ 1/4/99. അപ്പോൾ നമ്മൾ ലോൺ എടുത്തിട്ട് വീട് പണി നടക്കുന്നത് 1/4/99 മുമ്പാണെങ്കിൽ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ, അത് 1/4/1999 1999 മുൻപാണെങ്കിൽ 31/3/99 അങ്ങനെ പറയാനുണ്ട്, അല്ലെങ്കിൽ 1/4/99 അങ്ങനെയുള്ള ആ ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 30,000 രൂപയാണ് നമുക്ക് മാക്സിമം നമുക്ക് ഇൻട്രസ്റ്റ് ലോണായിട്ട് ഡിഡക്ഷൻ കിട്ടാം. ഓക്കെ, അതിനുശേഷം ലോൺ എടുത്ത് വീട് പണിതാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ സിറ്റുവേഷനാണ് നമുക്ക് വേണ്ടിയിട്ട്, അതായത് എത്ര രൂപയാണ് വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ നമുക്ക് ഇൻട്രസ്റ്റ് ഇനത്തിൽ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. മാക്സിമം ₹2 lakh, അല്ലാണ്ട് 2 ലക്ഷം രൂപ കിട്ടുന്നില്ല, 2 ലക്ഷം രൂപ നമുക്ക് 2 ലക്ഷം രൂപ വരെ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. അങ്ങനെ ഡിഡക്റ്റ് ചെയ്താൽ നമുക്ക് ലോസ് ആയിരിക്കും വരിക. അപ്പോൾ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിൽ ഇൻകം എന്തായാലും ഉണ്ടാവില്ല. അതിന് പകരം ഒന്നുകിൽ നില്ല് അല്ലെങ്കിൽ ലോസ് ആയിരിക്കും വരിക. ആ ലോസ് may be to the extent of interest on loan taken for the purpose of purchase or construction of the house property. That may be of ₹30,000 or 2 lakh. If the loan is taken before 1st April 1999, it will be
fixed up to rupees 30,000. The maximum amount will be 30,000. If the loan is taken after 1st April 1999, the maximum amount will be 2 lakh. ഓക്കെ, അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഡേറ്റ് ഓഫ് കൺസ്ട്രക്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക 1499. അതിന് മുമ്പാണെങ്കിൽ മാക്സിമം എമൗണ്ട് 30,000, 1499 ശേഷമാണെങ്കിൽ 2 ലക്ഷം രൂപയാണ് അതിൻ്റെ മാക്സിമം എമൗണ്ട് വരാം. ഓക്കെ, അപ്പം പിന്നെ നമുക്ക് ലോസ് ഓൺ സെൽഫ് എക്യുപ്പേർഡ് ഹൗസ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഇവിടെ നില്ല് വരും, ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഇവിടെ നില്ലായിരിക്കും വരാം കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് GAV ആൻഡ് ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി. വാടകയ്ക്ക് കൊടുത്ത പ്രോപ്പർട്ടിയുടെ GAV എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്, അതിൻ്റെ ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിലാദ്യം നമ്മൾ എഴുതേണ്ടത്, നമ്മൾ നേരത്തെ കുറച്ച് ടൈംസ് പറഞ്ഞിട്ടുണ്ട്. മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ MRV, ഫെയർ റെൻ്റൽ വാല്യൂ FRV. കമ്പയർ ചെയ്യുക, കമ്പയർ ചെയ്തിട്ട് വിച്ച് എവർ ഈസ് ഹയർ എടുക്കുക. വിച്ച് എവർ ഈസ്, ഇത് അടിയിൽ വരയ്ക്കുന്നത് കൂട്ടാനോ കുറയ്ക്കാനോ വേണ്ടിയിട്ടല്ല, ഇത് കമ്പയർ ചെയ്ത് അതിൻ്റെ വലിയ സംഖ്യ എടുക്കുക. വിച്ച് എവർ ഈസ് ഹയർ, വിച്ച് എവർ ഈസ് സ്മോൾ. അപ്പോൾ MRV എന്നുള്ളത് മുനിസിപ്പാലിറ്റി ഫിക്സ് ചെയ്ത റെൻറ്റും FRV എന്നുള്ളത് ആ നാട്ടിൽ ഒരു അതേപോലത്തെ ഒരു പ്രോപ്പർട്ടിക്ക് സിമിലർ ലൊക്കാലിറ്റിയിൽ ഉണ്ടാകുന്ന റെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിൽ ഏതാണോ വലുത് അത് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യാം. വിച്ച് എവർ ഈസ് ഹയർ ഇങ്ങനെ തന്നെ എഴുതാം. ദെൻ സ്റ്റാൻഡേർഡ് റെൻറ്റ് കൺട്രോൾ ആക്ട് പാലിക്കുമ്പോൾ അതിൽ ഫിക്സ് ചെയ്തിട്ടുള്ളൊരു പ്രോപ്പർട്ടി ആണെങ്കിൽ സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ എഴുതാം, SRV എഴുതാം. അപ്പോൾ ആദ്യം തന്നെ MRV എഴുതാം, FRV എഴുതാം, വിച്ച് എവർ ഈസ് ഹയർ ആദ്യം എഴുതാം, വിച്ച് എവർ ഈസ് ഹയർ താഴെ എഴുതാം. ദെൻ സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ എഴുതാം. എന്നിട്ട് അതിന് വിച്ച് എവർ ഈസ് ലെസ്സർ, വിച്ച് എവർ ഈസ് അതായത് ഈ പറഞ്ഞ ഈ മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ, ഫെയർ റെൻ്റൽ വാല്യൂ, വിച്ച് എവർ ഈസ് ഹയർ നോട്ട് മോർ ദാൻ ദ സ്റ്റാൻഡേർഡ് റെൻറ്റ്. സ്റ്റാൻഡേർഡ് റെൻറ്റിനേക്കാൾ കൂടാൻ പാടില്ല. സ്റ്റാൻഡേർഡ് റെൻറ്റിനേക്കാൾ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് റെൻറ്റ് എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ വിച്ച് എവർ ഈസ് ലെസ്സാണ് നമ്മൾ എടുക്കേണ്ടത്. വിച്ച് എവർ ഈസ് ലെസ്സർ ഈസ് എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ. അപ്പോൾ ERV എന്നുള്ള ഒരു പുതിയൊരു വാക്ക് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ERV എന്ന് വെച്ചാൽ എന്താ? ERV എന്ന് വെച്ച് കഴിഞ്ഞാൽ മുനിസിപ്പൽ വാല്യൂ ഓർ ഫെയർ വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ നോട്ട് എക്സീഡിങ് സ്റ്റാൻഡേർഡ് റെൻറ്റ്, ദാറ്റ് ഈസ് നോൺ ആസ് ERV, എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഇനി ആക്ച്വൽ റെൻ്റൽ വാല്യൂ ചെയ്താൽ ARV, ആക്ച്വൽ റെൻ്റൽ വാല്യൂ. എന്നിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിച്ച് എവർ ഈസ് ഹയർ നമ്മൾ എടുക്കുക. വിച്ച് എവർ ഈസ് ഹയർ ഈസ് ഗ്രോസ് ആനുവൽ വാല്യൂ. ഇപ്പോൾ നമ്മൾ 4 റെൻറ്റുകളെ കുറിച്ച് പറഞ്ഞു. മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ കണ്ടോ, പിന്നെ അടുത്ത് എന്താ, ഫെയർ റെൻ്റൽ വാല്യൂ. എന്നിട്ട് വിച്ച് എവർ ഈസ് ഹയർ എടുക്കണം. എന്നിട്ട് ആ വിച്ച് എവർ ഈസ് ഹയർ എടുത്തിട്ട് എന്തായിട്ട് കമ്പയർ ചെയ്യുന്നു, സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വിച്ച് എവർ ഈസ് ലെസ്സർ എടുക്കാനേ പാടുള്ളൂ. ആ വിച്ച് എവർ ഈസ് ലെസ്സർ ഏതാണോ അതിന് നമ്മൾ ERV എന്നാണ്, എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ. അത് നമ്മൾ പഠിച്ചിരിക്കണം, എന്നാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ FRV ആദ്യം എഴുതാം, മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ എഴുതാം, വിച്ച് എവർ ഈസ് ഹയർ എഴുതാം. അല്ലെങ്കിൽ MRV FRV MRV എന്നൊക്കെ പറയുള്ളൂ. ഇനി MRV എന്ന് പറഞ്ഞാൽ മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ ആണ്. മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ ടാക്സ് ചാർജ് ചെയ്യാൻ വേണ്ടി മുനിസിപ്പാലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന വാല്യൂ ആണ് മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ. ഫെയർ റെൻ്റൽ വാല്യൂ എന്ന് പറയുമ്പോൾ ആ ലൊക്കാലിറ്റിയിൽ അതിന് കിട്ടാവുന്ന ഒരു വാല്യൂ ഉണ്ട്, അതാണ് ഫെയർ റെൻ്റൽ വാല്യൂ. അത് നമ്മൾ കമ്പയർ ചെയ്തിട്ട് അതിൽ വലുതെടുക്കുക, അത് സ്റ്റാൻഡേർഡ് റെൻ്റായിട്ട് കമ്പയർ ചെയ്യുക. സ്റ്റാൻഡേർഡ് റെൻ്റായിട്ട് കമ്പയർ ചെയ്യുന്നത് അതിൽ ചെറുതെടുക്കുക, വിച്ച് എവർ ഈസ് ലെസ്സർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ ഓർ ഫെയർ റെൻ്റൽ വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ ദാറ്റ് എമൗണ്ട് നോട്ട് എക്സീഡിങ് സ്റ്റാൻഡേർഡ് റെൻറ്റ്. അപ്പോൾ അതിൽ വിച്ച് എവർ ഈസ് ലെസ്സർ എടുക്കുക. അതിനെയാണ് നമ്മൾ എന്താ പറയുക, എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ എന്ന് പറയും. എന്നിട്ട് ആക്ച്വൽ റെൻ്റായിട്ട് കമ്പയർ ചെയ്യും. ആക്ച്വൽ റെൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിച്ച് എവർ ഈസ് ഹയർ എടുക്കുക, അതായിരിക്കും GAV ആയിട്ട് വരിക. ഓക്കെ, അങ്ങനെ GAV കണ്ടതിന് ശേഷം അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ഓണർ, അതിന് മുനിസിപ്പാലിറ്റിയിൽ അല്ലെങ്കിൽ പഞ്ചായത്തിൽ അടയ്ക്കുന്ന ടാക്സ് എത്രയാണ് അത് കുറയ്ക്കാം. ഒപ്പം നമുക്ക് അൺറിയലൈസ്ഡ് റെൻറ്റും കുറയ്ക്കാം. അൺറിയലൈസ്ഡ് റെൻറ്റ് കുറയ്ക്കാം ഉണ്ടെങ്കിൽ, റിയലൈസ് ചെയ്യാതിരിക്കുന്ന കിട്ടാതിരിക്കുന്ന റെൻറ്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാം. അങ്ങനെ കുറച്ചതിന് ശേഷം കിട്ടുന്ന എമൗണ്ടാണ് ആനുവൽ വാല്യൂ അല്ലെങ്കിൽ നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറയും. ആനുവൽ വാല്യൂ അല്ലെങ്കിൽ നെറ്റ് ആനുവൽ വാല്യൂ. ഇനി അതിൽ നിന്ന് കുറച്ച് ഡിഡക്ഷൻസ് ഉണ്ട്. ആ ഡിഡക്ഷൻസ് എന്ന് പറയുമ്പോൾ ഡിഡക്ഷൻസ് അഡ്രസ് 24(1). ഈ സെക്ഷൻ ഓർത്ത് വയ്ക്കുക, 24(1). ഓക്കെ, ഹൗസ് പ്രോപ്പർട്ടിയിൽ ഡിഡക്ഷൻസ് ഒക്കെ കുറേ സെക്ഷനുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പഠിക്കുന്ന സെക്ഷനിൽ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അതിൽ ആദ്യത്തെ ഡിഡക്ഷനാണ് സ്റ്റാൻഡേർഡ് ടാക്സ്. അത് ചോദ്യത്തിൽ ഇങ്ങനെ പറയുന്നില്ല കേട്ടോ, അത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇൻകം ടാക്സിൻ്റെ കാൽക്കുലേഷൻ നടക്കുന്ന സമയത്ത്, ഈ ഹൗസ് പ്രോപ്പർട്ടിയുടെ കാൽക്കുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ആനുവൽ വാല്യൂ കണ്ടെത്തിയതിന് ശേഷം, മുനിസിപ്പൽ ടാക്സ് കുറച്ച് ആനുവൽ വാല്യൂ കണ്ടെത്തിയതിന് ശേഷം അതിൻ്റെ ഡിഡക്ഷൻസ് നമുക്ക് ഗവൺമെൻറ് അനുവദിച്ച് തരുന്ന ഡിഡക്ഷനാണ് 30%. അത് റിപ്പേഴ്സിനും അല്ലെങ്കിൽ റിന്യൂവലിന് വേണ്ടിയിട്ടൊക്കെ വരുന്ന ചിലവാണ്, റിപ്പേഴ്സിനും മെയിൻ്റനൻസിനൊക്കെ വേണ്ടിയാണ്. അപ്പോൾ 30% ആനുവൽ വാല്യൂ എത്രയാണ്, അതിൻ്റെ 30% അത് ഫിക്സഡാണ്. എല്ലാ ചോദ്യത്തിലും ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ഹൗസ് പ്രോപ്പർട്ടി ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നെറ്റ് ആനുവൽ വാല്യൂയിൽ നിന്നും 30% നമുക്ക് കുറയ്ക്കാം, നെറ്റ് വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇൻട്രസ്റ്റ് ലോൺ ഫോർ ദ ഹൗസ് പ്രോപ്പർട്ടി അണ്ടർ സെക്ഷൻ 24B. അപ്പോൾ 24B പ്രകാരം നമുക്ക് ഇൻട്രസ്റ്റ് ലോൺ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതിലൊന്നാമത്തെ 411 പ്രീവിയസ് ഇയറിലെ കംപ്ലീറ്റ് ഇൻട്രസ്റ്റ് നമുക്ക് കുറയ്ക്കാം. ഓക്കെ,
ഫോർ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. അതായത് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോൺ എടുത്ത ഡേറ്റ് മുതൽ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആകുന്ന ഡേറ്റ് വരെയുള്ള അതിന് തൊട്ട് മുമ്പ് വരെയുള്ള ഇൻട്രസ്റ്റ്. എന്നാണ് ലോൺ എടുത്തത് അന്ന് മുതൽ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആകുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള വർഷത്തെ ഇൻട്രസ്റ്റ് മൊത്തം എടുക്കുക. ആ ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് എന്ന് പറയാം. പ്രീ കൺസ്ട്രക്ഷന് മുൻപുള്ള ഇൻട്രസ്റ്റ്. അപ്പോൾ എന്ന് മുതലാണ് ലോൺ എടുത്തത് അന്ന് മുതൽ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആകുന്നതിന് തൊട്ട് മുൻപ് വരെയുള്ള ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റിനെയാണ് പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് പറയാം. അതിൻ്റെ 1/5 എന്ന് വെച്ചാൽ പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് 5 ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് നമുക്ക് ഡിഡക്ഷൻ കിട്ടുക. അപ്പോൾ അതിൻ്റെ 1/5 എടുക്കുക. ആ 1/5 ഈ പ്രീവിയസ് ഇയർ ഇൻട്രസ്റ്റും പിന്നെ ഡിഡക്ഷനും കൂടി കൂട്ടി അത് മൊത്തം ഇതിൽ നിന്ന് കുറയ്ക്കുന്നു, ഈ ആനുവൽ വാല്യൂ നിന്ന് കുറയ്ക്കുക, അല്ലെങ്കിൽ നെറ്റ് ആനുവൽ വാല്യൂ നിന്ന് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വരും. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. അത് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് കേൾക്കുക. താങ്ക് യു.